മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞി ഷോർട്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു മൂക്കുത്തി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം അതിന് മുൻപ് ഞാൻ എന്താ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ മൂക്കുത്തി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മൂക്കുത്തി കൊടുന്നിട്ടുണ്ടെന്ന് അമ്മ അതാ. അപ്പം ഞാനത് ഇടാൻ പോവാണ്. നിങ്ങൾക്ക് ഞാൻ അത് ഇട്ട് കാണിച്ചത്. എനിക്ക് തോന്നണം ഇച്ചിരി വലിപ്പം അധികമാവും തോന്നുന്നു. നോക്കട്ടെ എന്തായാലും. ഓക്കെ, അപ്പം ഞാൻ എന്താ മൂക്കുത്തി എടുക്കട്ടെ. ഇതാണ് കേട്ടോ മൂക്കുത്തി. എല്ലാവർക്കും കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം ഞാനത് ഇടട്ടെ കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് എൻ്റെ പുതിയ മൂക്കുത്തി. വലിപ്പുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കണ്ണാടി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇത്തിരി വലിപ്പം അധികമായിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഓൾറെഡി ഭയങ്കര വലിപ്പമുള്ള മൂക്കുത്തി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിപ്പത്തിൽ ഇട്ടത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിച്ച കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. ഓക്കെ, അപ്പം ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കണത്. അപ്പം ഞാൻ റെഡിയായി പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ മൂക്കുത്തി ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി വലിപ്പം അധികമായി തോന്നി കേട്ടോ ഗൈസ്. ഞാൻ ചിലപ്പോൾ അത് മാറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാലും ഇത്തിരി വലിപ്പം അധികമായി. ഓക്കെ, അപ്പം അങ്ങനെ അമ്പലത്തിലെത്തിയിട്ട് നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ സത്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ പെയ്തിട്ട് തോർന്ന് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം സമയം ഇപ്പം ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വീലറിൽ തന്നെയാണ് ഞാനും അമ്മയും കൂടി വന്നത്. അപ്പോൾ ഇതാ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ടൈമായപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ട് പോണ വഴിക്ക് ഇതാ ഈ ഒരു പശുവിനെ എപ്പോഴും കാണും കേട്ടോ. അതെ, എപ്പോഴും കാണും ഇതിനെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പ്രസാദമൊക്കെ തന്നിട്ടുണ്ട് ഇതുവേട്ടൻ മുല്ലപ്പൂവൊക്കെ. അപ്പോൾ അതൊക്കെ തൊട്ടിട്ട് ഞങ്ങളങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് ഷോളും പിന്നെ പലാസൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് നോക്കി. 2 ഷോൾ അമ്മയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസും പിന്നെ ആർദ്രയ്ക്ക് മാഗിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇതാ ഇപ്പോൾ ഉച്ചയാവാറായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ നല്ല ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞി ഷോർട്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു ഷോർട്സായിട്ട് പിന്നെ കാണാം. ബൈ.